വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മൾ നിൽക്കുന്ന 8ാം ക്ലാസ്സിന്റെ വിറ്റേഴ്സിലുണ്ടായിരുന്നത് ഇംഗ്ലീഷ് ആയിരുന്നു. അതിന്റെ വർക്ക്ഷീറ്റ്സും ആൻസേഴ്സുമാണ് നമ്മൾ ഇന്ന് നോക്കാൻ പോകുന്നത്. അപ്പോ നമ്മളിപ്പോൾ ഏത് ചാപ്റ്ററാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്? അതെ, വിങ്സ് ആൻഡ് വീൽസ് എന്ന 2ാമത്തെ യൂണിറ്റിലെ 1ാമത്തെ ലെസനായ ദ ഷിപ്പ് റെക്ട് സെയിലർ എന്ന ആ ഒരു കഥയിലെ 4ാമത്തെ ക്ലാസ് ആയിരുന്നു ഇന്നുണ്ടായിരുന്നത്. അപ്പോ ഇന്ന് നമുക്ക് ഇന്നടുത്ത പാഠഭാഗം കഥാഭാഗം ഒന്ന് വായിച്ചു നോക്കാം. I don't know how long I stayed like that, balancing in the life raft, holding out the oar. I kept searching the water, hoping that someone would surface soon. But the sea was clear and the wind, getting stronger, blew against my shirt like the howl of a dog. The cargo had disappeared. The mast, growing more distinct, proved that the small ship hadn't sunk, as I had first thought. I felt calm. I thought that one of my mates had managed to reach the other life raft. There was no reason they shouldn't have reached it. The rafts weren't provincial. In fact, none of the life rafts of the small ship was outfitted. But there were 6 of them, apart from the rowboats and the whalers. It was reasonable to believe that some of my mates had reached the other life rafts, as I had reached mine, and perhaps the destroyer was searching for us. Very soon I was aware of the sun, a midday sun, hot and metallic. Stupefied, not fully recovered, I looked at my watch. It was noon on the dot. അപ്പൊ നിങ്ങൾ ഈ ഭാഗമൊക്കെ നല്ലത് വായിച്ചു നോക്കുക, എന്നാലേ നിങ്ങൾക്ക് നല്ലതുപോലെ ഇംഗ്ലീഷ് ഫ്ലുവൻ്റ് ആയിട്ടൊക്കെ വായിക്കാൻ പറ്റുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ എടുക്കുന്ന ഭാഗങ്ങളൊക്കെ എടുത്തതിന് ശേഷം നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്തിട്ട് നല്ലതുപോലെ ഒന്ന് വായിച്ച് കഥയും ആ ഓരോരോ വേർഡ്സിന്റെ മീനിങ്ങും നല്ലതുപോലെ വായിച്ച് മനസ്സിലാക്കുക. ഇനി നമുക്ക് ഇന്ന് പഠിപ്പിച്ച ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സിലേക്ക് പോകാം. I kept searching the water, hoping that someone would surface soon. Did anyone came to the surface? Why? I kept searching the water, hoping that someone would surface soon. Did anyone came to the surface? Why? No, because all his shipmates drowned. No, because all his shipmates drowned. ഇന്ന് നമ്മൾ പഠിച്ച ഒരു ഭാഗമാണ് ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇനി അതിലേക്ക് കടക്കാം. ആ ഒരു ഗ്രാമർ ഭാഗം ആർട്ടിക്കിൾസ്. ആർട്ടിക്കിൾസ് എന്ന് പറയുന്നത് എ ആൻഡ് ദി എന്നതൊക്കെയാണ്. അതായത് ഇത് ഇനിയും എക്സാമ്പിൾസ് ഉണ്ട്, എന്തായാലും നമ്മൾ 3 എടുക്കുകയാണെങ്കിൽ എ ആൻഡ് ദി എന്നതൊക്കെയാണ് ആർട്ടിക്കിൾസ് എന്ന വിഭാഗത്തിൽ വരുന്ന വേർഡ്സ്. ആർട്ടിക്കിൾസ് tell us whether a noun is used in a specific context or in general context. Articles tell us whether a noun is used in a specific context or in general context. They are used before nouns. Nounsന് മുമ്പാണ് ഈ പറയുന്ന ആർട്ടിക്കിൾസ് യൂസ് ചെയ്യുന്നത്. They are used before nouns. അപ്പോൾ ഈ ആർട്ടിക്കിൾസിന് 2 ടൈപ്സ് ഉണ്ട്. 2 ടൈപ്സ് ഓഫ് ആർട്ടിക്കിൾസ് ഏതൊക്കെയാണ്? ഡെഫിനിറ്റ് ആർട്ടിക്കിളും ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളും. അപ്പൊ നമുക്കത് നല്ലതുപോലെ നോക്കാം. ഡെഫിനിറ്റ് ആർട്ടിക്കിളിൽ വരുന്നത് ദി എന്ന് പറയുന്ന ആ ഒരു ആർട്ടിക്കിളാണ്. ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസിൽ വരുന്നത് എ ആൻഡ് ആൻ. സോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി, ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് എ ആൻഡ് ആൻ. അപ്പൊ നമുക്ക് ആദ്യം ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിൾസ് ആയ എ ആൻഡ് ആൻ നോക്കാം. Used before singular nouns denote that the noun is used in a general context. നമ്മൾ പൊതുവെ എ ആൻഡ് ആൻ യൂസ് ചെയ്യാറുള്ളത് ഒരു എന്ന് പറയുന്ന ഒരു അർത്ഥത്തിലാണ്, അല്ലെ? എയും ആനും യൂസ് ചെയ്യുന്നത് അങ്ങനെയല്ലേ? അപ്പോൾ യൂസ്ഡ് ബിഫോർ സിംഗുലർ നൗൺസിലാണ് നമ്മൾ ഈ എയും ആനും യൂസ് ചെയ്യുന്നത്.
ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ ആനിന് കുറച്ച് എക്സാമ്പിൾസ് നോക്കാം. ആൻ ആപ്പിൾ, ആൻ അംബ്രല്ല, ആൻ എലിഫന്റ്, ആൻ ഓൾഡ് മാൻ, ആൻ ഓറഞ്ച്, ആൻ അവർ. ഇതിലൊക്കെ ആന് കോമൺ ആയിട്ട് വരുന്നുണ്ട് അല്ലേ? പിന്നെ അവർ നിങ്ങൾ ഹവർ എന്ന് വായിക്കരുത്, അത് അവർ എന്നാണ് വായിക്കുന്നത്. എച്ച് അവിടെ സൈലന്റ് ആണ്. സോ അതുകൊണ്ടാണ് അവിടെ വവൽസ് ആയിരുന്നു കേട്ടോ. നമ്മൾ ഈ ആൻ യൂസ് ചെയ്യുന്നത് നമുക്കറിയാം, വവൽ ലെറ്റേഴ്സിന്റെ ഫ്രണ്ടിലാണ് ആൻ യൂസ് ചെയ്യുന്നത്. അപ്പൊ വവൽ എച്ച് വവൽ അല്ല, എന്നാലും അവിടെ എച്ച് സൈലന്റ് ആയതിനാൽ അവർ ഒരു വവൽ സൗണ്ട് ആണ്. അതുകൊണ്ടാണ് അവിടെ ആന് വന്നിരിക്കുന്നത്. വവൽ ലെറ്റേഴ്സ് എന്തൊക്കെയാണ്? എ, ഇ, ഐ, ഒ, യു. അതൊക്കെ നമുക്ക് അറിയാം. ഇനി ഇൻഡെഫിനിറ്റ് ആർട്ടിക്കിളായ എയുടെ എക്സാമ്പിൾസ് നോക്കാം. എ കാർ, എ ഫ്ലവർ, എ വുമൺ, എ സ്കൂൾ, എ യൂണിക്കോൺ. എ കാർ, എ ഫ്ലവർ, എ വുമൺ, എ സ്കൂൾ ആൻഡ് എ യൂണിക്കോൺ. അപ്പൊ ഇവിടെയും ആ ഒരു ഇത് വരുന്നുണ്ട്. യൂണിക്കോൺ യു വെച്ചിട്ടാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ അതിന്റെ ശബ്ദം ശ്രദ്ധിക്കുക, യു വെച്ചിട്ടാണ് തുടങ്ങുന്നത്. സോ അത് അവിടെ എ നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് അടുത്ത ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദി നോക്കാം. Definite article the is used in a specific context. Definite article the is used in a specific context. നമ്മൾ the യൂസ് ചെയ്യുന്നത് ഒരു ഡെഫിനിറ്റ് ആയിട്ടുള്ള അല്ലെങ്കിൽ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഭാഗം പറയുമ്പോഴാണ്. അതായത് ഇഷ്ടം എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞായിരുന്നു. അതായത് ഐ വാണ്ട് എ ഫ്ലവർ എന്ന് പറയുമ്പോൾ നമ്മൾ ഏത് ഫ്ലവർ, ഐ വാണ്ട് എ ഫ്ലവർ എന്ന് മാത്രമേ പറയുന്നുള്ളൂ. ഏത് ടൈപ്പ് ആണെന്ന് അങ്ങനെയൊന്നും പറയുന്നില്ല. അപ്പം നമുക്ക് ഏത് ഫ്ലവർ എന്നാലും നമ്മൾ സ്വീകരിക്കും. എന്നാൽ ഐ വാണ്ട് ദ റെഡ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഇത് പറയുന്നുണ്ട്, ഇന്നത് വേണം. അതിൻ്റെ കൂടെ അങ്ങനെ പറയുന്നതിൻ്റെ കൂടെയാണ് നമ്മൾ ഈ ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദി യൂസ് ചെയ്യുന്നത്. എനിക്ക് ഇന്നത് തന്നെ വേണം, ഈ ഡെഫിനിറ്റ് ആയിട്ടുള്ള ഈ ഒരു സാധനം, ആ ഒരു പർട്ടിക്കുലർ സാധനം തന്നെ വേണം. അതിൻ്റെ ഇത് മുൻപിലാണ് ദി ചേർക്കുന്നത്. അപ്പം നമ്മൾ ഐ വാണ്ട് ദ റെഡ് ഫ്ലവർ എന്ന് പറഞ്ഞാൽ നമുക്ക് ആ റെഡ് ഫ്ലവർ മാത്രം തന്നാൽ നമുക്ക് അത് നമ്മുടെ ഒപ്പീനിയൻ നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഇതിൻ്റെ ഫ്രണ്ടിലാണ് നമ്മൾ ദി ഡെഫിനിറ്റ് ആർട്ടിക്കിളായ ദി യൂസ് ചെയ്യുന്നത്. സോ ഡെഫിനിറ്റ് ആർട്ടിക്കിൾ ദി ഈസ് യൂസ്ഡ് ഇൻ എ സ്പെസിഫിക് കോണ്ടെക്സ്റ്റ്. For example, this is the book I like the most. This is the book I like the most. ഇനി നമുക്ക് ഇന്ന് അസൈൻമെന്റ്സിലേക്ക് പോകാം. നമ്മൾ പഠിച്ച ആർട്ടിക്കിൾ ഫിൽ ചെയ്യാനാണ് പറഞ്ഞിട്ടുള്ളത്. ഫിൽ ഇൻ ദ ഫോളോയിങ് പാസേജ് വിത്ത് എ, ആൻ ഓർ ദി. ഇപ്പോൾ നമ്മൾ ഓരോ ആർട്ടിക്കിൾസിൻ്റെയും പ്രത്യേകതകൾ പഠിച്ചു. അപ്പൊ നമുക്ക് അത് വെച്ചിട്ട് ഫിൽ ചെയ്യാം. എന്താണ്? ഐ മെയ്ഡ് ഡാഷ് ലാസ്റ്റ് ട്രൈ സോ ദാറ്റ് Ranjifo could reach dash or but dash raised hand which dash few minutes earlier had been trying to keep dash headphones from sang forever. അപ്പോൾ ഐ മെയ്ഡ് ലാസ്റ്റ് ട്രൈ, ഐ മെയ്ഡ് ഡാഷ് ലാസ്റ്റ് ട്രൈ, അവിടെ വരുന്നത് എ എന്ന് പറയുന്ന ആർട്ടിക്കിളാണ്. സോ ഐ മെയ്ഡ് എ ലാസ്റ്റ് ട്രൈ സോ ദാറ്റ് Ranjifo could reach dash or, so that Ranjifo could reach the or, but dash raised hand, but dash raised hand, but the raised hand, but ദായാണ് the raised hand, which dash few minutes, which a few minutes ആണ്, which a few minutes earlier had been trying to keep the headphones from sang forever. ഇപ്പം എന്താണ്? I made a last try so that Ranjifo could reach the or but the raised hand which a few minutes earlier had been trying to keep the headphones from sang forever.
അപ്പോൾ ഇതൊക്കെ ഫില്ല് ചെയ്യാനായിട്ട് നിങ്ങൾ എക്സാമിന് ചോദിക്കുകയാണെങ്കിൽ നിങ്ങൾ ഈ കഥ നല്ലതുപോലെ വായിച്ചാൽ നിങ്ങൾക്ക് ഇത് ഭയങ്കരമായിട്ട് എളുപ്പമായിരിക്കും. അടുത്തത് ഒരു വേർഡ് പിരമിഡ് ഉണ്ടാക്കാനുള്ള ഒരു പ്രവർത്തനമായിരുന്നു, അസൈൻമെന്റ് ആയിരുന്നു. നൗ കംപ്ലീറ്റ് ദ വേർഡ് പിരമിഡ് ഗിവൺ ബിലോ, പിക്കിംഗ് അപ്പ് അപ്രോപ്രിയേറ്റ് ഡിറ്റർമിനൻസ് ആൻഡ് അഡ്ജക്റ്റീവ്സ് ഫ്രം ദ ബോക്സ് ആൻഡ് പ്ലേസിംഗ് ദം ഇൻ ദ കറക്റ്റ് പൊസിഷൻ. ഡീപ്, ഹാഫ് മൂൺഡ് ഷേപ്പ്, എ, ഇതൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത്. നമ്മുടെ ഹെഡ് വേർഡ് എന്ന് പറയുന്നത് വൗണ്ട് ആണ്. അപ്പോൾ ടീച്ചർ അത് എങ്ങനെ എഴുതേണ്ടതെന്ന് നമുക്ക് മാൻ എന്ന് പറയുന്ന ഒരു ഹെഡ് വേർഡ് വെച്ചിട്ട് പറഞ്ഞു തന്നിട്ടുണ്ടായിരുന്നു. നിങ്ങൾ എല്ലാവരും കണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതായത് ആദ്യം ആ ഒരു ഹെഡ് വേർഡ് എഴുതുക, പിന്നെ അതിൻ്റെ കൂടെ ആർട്ടിക്കിൾ എഴുതണം, പിന്നെ ആണ് അഡ്ജക്റ്റീവ്സ് അതിൻ്റെ താഴെയായിട്ട് കൂടിച്ചേർക്കപ്പെടേണ്ടത്. അപ്പോൾ അതേപോലെ നമുക്ക് വൗണ്ട് എഴുതാം. എങ്ങനെയാണ്? വൗണ്ട്, പിന്നെ അതിൻ്റെ കൂടെ ഒരു ആർട്ടിക്കിളായി ഇതിൽ തന്നിട്ടുണ്ട്, ബ്രാക്കറ്റിൽ തന്നിട്ടുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് എ ആണ്. എ വൗണ്ട്, പിന്നെ ഡീപ്പ് തന്നിട്ടുണ്ട്, ഹാഫ് മൂൺ ഷേപ്പ് തന്നിട്ടുണ്ട്. സോ എ ഡീപ്പ് വൗണ്ട്, എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൗണ്ട്. അപ്പൊ എന്തൊക്കെയാണ്? വൗണ്ട്, എ വൗണ്ട്, എ ഡീപ്പ് വൗണ്ട്, എ ഡീപ്പ് ഹാഫ് മൂൺ ഷേപ്ഡ് വൗണ്ട്. അപ്പൊ ഇതേപോലെ സീ, സെയിലർ, ട്രാവലർ എന്നീ വേർഡ്സും ചെയ്യാൻ ടീച്ചർ പറഞ്ഞിട്ടുണ്ട്. കൺസ്ട്രക്ട് വേർഡ് പിരമിഡ്സ് യൂസിംഗ് ദ വേർഡ്സ് സീ, സെയിലർ ആൻഡ് ട്രാവലർ. നമുക്ക് നോക്കാം. സീ, സീ, എ സീ, എ ഡീപ് സീ, എ ഡീപ് ബ്ലൂ സീ. സീ, എ സീ, എ ഡീപ് സീ, a deep blue sea. Sailor, sailor, a sailor, a young sailor, a young shipwrecked sailor. Sailor, a sailor, a young sailor, a young shipwrecked sailor. അടുത്ത traveler. Traveler, a traveler, a tired traveler, a tired lonely traveler. Traveler, a traveler, a tired traveler, a tired lonely traveler. അപ്പോൾ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ ഇന്നത്തെ അസൈൻമെന്റ്സ്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ പ്ലീസ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. പിന്നെ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കണ്ട. കൂടുതൽ വീഡിയോസിനായിട്ട് സബ്സ്ക്രൈബ് ബട്ടൻ്റെ അടുത്താണെന്ന് ബെല്ലൈക്കൺ നിൽക്കാനും മറക്കരുത്. ഇനി നിങ്ങളുടെ അഭിപ്രായങ്ങളും പിന്നെ നിർദ്ദേശങ്ങളും ഒക്കെ കമൻ്റായി രേഖപ്പെടുത്താനും മറക്കണ്ട കേട്ടോ. ഇനി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.